ഹലോ എവ്രി വൺ, ഐ എം സമീന അജ്മൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തേർഡ് സ്റ്റാൻഡേർഡിൽ സഹോദയ ടാലന്റ് സെർച്ച് എക്സാമിനേഷന് വേണ്ടിയുള്ള മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഒരു പാസേജ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇപ്പൊ ഇംഗ്ലീഷ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ആദ്യത്തെ പാർട്ടിൽ വരുന്നത്. അപ്പൊ ആദ്യം ഒരു പാസേജ് തന്നിട്ടുണ്ട്, അത് ഏതെങ്കിലും ഒരു പാസേജ് ആയിരിക്കും. ഇതുപോലെ ഒരു ഷോർട്ട് പാസേജ് തന്നിട്ടുണ്ടാവും, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടാവുക. ആൻസേഴ്സ് ആ പാസേജിൽ തന്നെ ഉണ്ടാവും. അപ്പൊ അത് വായിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതിൽ ആദ്യത്തെ മൂന്ന് ചോദ്യത്തിന് ആൻസർ അതിനകത്ത് തന്നെ ഉണ്ട്. അത് ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല. അത് വായിച്ചിട്ട് അതിന്റെ ആൻസർ കണ്ടെത്തുക എന്നുള്ളതാണ്. 4 മുതൽ ഈ പാസേജ് ബേസ്ഡ് തന്നെ 4 മുതൽ അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസ് പറയുന്നത് ഗ്രാമർ ബേസ്ഡ് ആണ്. അതിന്റെ ആൻസേഴ്സ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യാം. ചൂസ് ദ കറക്റ്റ് പ്രൊനൗൺ ടു കംപ്ലീറ്റ് ദ സെന്റൻസ്. പ്രൊനൗൺ കറക്റ്റ് ആയിട്ട് എഴുതാനാണ്. ജസീക്ക ആൻഡ് ഐ ഫിനിഷ്ഡ് അവർ ഹോംവർക്ക്. ജസീക്കയും ഞാനും ഹോംവർക്ക് ചെയ്തു കഴിഞ്ഞു. സോ ഡാഷ് വെന്റ് ഔട്ട്സൈഡ് ടു പ്ലേ. അതുകൊണ്ട് നമ്മൾ കളിക്കാൻ പുറത്തു പോയി എന്നാണ്. അപ്പൊ നമ്മൾ അല്ല ഞങ്ങൾ എന്നുള്ളതിന്റെ അർത്ഥം വരുന്നത് വി എന്ന പ്രൊനൗൺ ആണ് ഇവിടെ. ഓക്കെ, അപ്പൊ വി ആണ് കറക്റ്റ് ആൻസർ. അടുത്തത് ചൂസ് ദ വേർഡ് ദറ്റ് ഈസ് ആൻ ആഡ്വേർബ് ഇൻ ദി സെന്റൻസ്. ആഡ്വേർബ് കണ്ടെത്താണ് താഴെയില്ലേ. അപ്പൊ എന്താണ് ആഡ്വേർബ് എന്ന് അറിയണം. ആഡ്വേർബ് എന്ന് പറയുന്നത് വെർബിനെ വിവരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. വെർബ് എന്ന് പറയുന്നത് ആക്ഷൻ വേർഡാണ്, പ്രവൃത്തിയാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിനെ എങ്ങനെയുള്ള പ്രവൃത്തി എന്ന് വിവരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഷീ സിങ്സ് ബ്യൂട്ടിഫുള്ളി ഇൻ ദ കൊയർ. ഇതിൽ വെർബ് ഏതാണ്? സിങ്, പാട്ട് പാടുക എന്നുള്ളതാണ് വെർബ് അല്ലെ. സിങ്സ്, പാട്ട് പാടാറുണ്ട്. അപ്പൊ പാട്ട് പാടുന്നത് എങ്ങനെയാണ്? ബ്യൂട്ടിഫുള്ളി. എങ്ങനെ പാട്ടുപാടി? ആഡ്വേർബ്. അപ്പൊ വെർബിനെ ഡിസ്ക്രൈബ് ചെയ്തത് ബ്യൂട്ടിഫുള്ളി എന്നാണ്. അപ്പോൾ എങ്ങനെ പാട്ടുപാടി? ബ്യൂട്ടിഫുള്ളി. അപ്പൊ ബ്യൂട്ടിഫുള്ളി ആണ് ആഡ്വേർബ് എന്ന് പറയുന്നത്. അടുത്തത് വിച്ച് വേർഡ് ഇൻ ദ സെന്റൻസ് ഈസ് ആൻ അഡ്ജക്റ്റീവ്. ഓക്കെ, അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വേർഡാണ് അഡ്ജക്റ്റീവ്. അപ്പൊ നൗൺ എന്ന് പറയുന്നത് എന്താണ്? ഒരു വ്യക്തിയാവാം, ആനിമൽസ് ആവാം, അല്ലെ തിങ്സ് ആവാം, അല്ലെ ഒരു പേഴ്സണോ പ്ലേസ് ആവാം. ഇതിനെയൊക്കെ നമ്മൾ വിവരിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ്. അപ്പൊ ഇവിടെ ദ സ്മോൾ ക്യാറ്റ് പ്ലേഡ് വിത്ത് എ ബോൾ, അല്ലെ. ഒരു ചെറിയ പൂച്ച ബോൾ കണ്ട് കളിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ പൂച്ചയാണ് ഇതിലെ നൗൺ എന്ന് പറയുന്നത്, ക്യാറ്റ്. എങ്ങനെയുള്ള പൂച്ച? സ്മോൾ ക്യാറ്റ് ആണ്. അപ്പൊ സ്മോൾ എന്ന വാക്കാണ് ഇവിടെ അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നൗണിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ ഉപയോഗിക്കുന്ന വാക്കാണ് അഡ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അടുത്തത് ചൂസ് ദ പാസ്റ്റ് ടെൻസ് വെർബ് ഇൻ ദ ഫോളോയിങ് സെന്റൻസ്. ലാസ്റ്റ് വീക്ക് ദേ പ്ലേഡ് സോക്കർ അറ്റ് ദ പാർക്ക്. കഴിഞ്ഞ ആഴ്ച അവര് പാർക്കിൽ സോക്കർ കളിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് വെർബ്? ഇതിലെ പാസ്റ്റ് വെർബ് ഏതാണെന്നാണ് ചോദിച്ചത്. വെർബ് പാസ്റ്റ് ടെൻസ് വെർബ് ഏതാണ്? അതായത് വെർബ് എന്ന് പറയുന്നത് പ്ലേ ആണ്. പാസ്റ്റ് ടെൻസ് ആയിട്ട് പ്ലേഡ് അല്ലേ, നമുക്കറിയാം. ഇതിനകത്ത് ഓൾറെഡി ഉണ്ട് പ്ലേഡ് എന്നുള്ളതാണ്. Okay, which word is a preposition in the sentence? The cat jumped dash the fence. Okay, so the cat jumped over the fence. Over എന്നുള്ള preposition ആണ് correct. What is a synonym for the word happy? Synonym എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഒരേ അർത്ഥം, സമാന അർത്ഥമുള്ള പദം ഏതാണെന്നാണ്. അപ്പൊ ഇതിനകത്ത് ഹാപ്പി എന്ന് പറയുന്നതിന്റെ അതേ അർത്ഥം വരുന്നത് ജോയ്ഫുൾ ആണ്. ഓക്കെ, ജോയ്ഫുൾ എന്ന് പറഞ്ഞാൽ സന്തോഷം തന്നെയാണ്. ഹാപ്പി എന്ന് പറയുന്നത് സന്തോഷം. അപ്പൊ സമാനാർത്ഥമാണ്. അടുത്തതാണ് സിനോണിയം എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് കറക്റ്റ് ക്വസ്റ്റ്യൻ വേർഡ്. കംപ്ലീറ്റ് ദ സെന്റൻസ് വിത്ത് ദ കറക്റ്റ് ക്വസ്റ്റ്യൻ വേർഡ്. ഡാഷ് ഈസ് യുവർ ഫേവറേറ്റ് കളർ. അല്ലെ, ഏതാണ് നിന്റെ ഇഷ്ടപ്പെട്ട കളർ എന്നാണ്. അപ്പൊ ഏത് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ്? വിച്ച് ആണ് അല്ലെ. അല്ലെങ്കിൽ വിച്ച് ഇതിനകത്ത് ഓപ്ഷൻ ഇല്ല. വിച്ച് ഈസ് അല്ല, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ. എന്താണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളർ? അപ്പൊ വാട്ട് എന്നാണ് ഇതിൽ കറക്റ്റ് ഓപ്ഷൻ ഉത്തരം വരുന്നത്. ഓക്കെ, വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് കളർ. ഓക്കെ, അപ്പൊ ഇവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കുക, അതിന്റെ മീനിങ് പറയാം, നിങ്ങൾ ആൻസർ കണ്ടെത്തുക. ഓക്കെ, അപ്പൊ ആൻസർ അറിയാത്തവർക്ക് ഇതിന്റെ അവസാനം, വീഡിയോയുടെ അവസാനം ഞാൻ ആൻസർ കീ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. ഓക്കെ, കിട്ടാത്തവർക്ക്. ഓക്കെ, ഫാദർ, മദർ ആൻഡ് 1 or 2 ചിൽഡ്രൻ മേക്ക് എ ഡാഷ് ഫാമിലി. അച്ഛനും അമ്മയും ഒന്നോ അതിലധികമോ ചിൽഡ്രനോ ഒരുമിച്ചുള്ള ഫാമിലിനെ നമ്മൾ എന്ത് വിളിക്കും? ജോയിന്റ് ഫാമിലി, ന്യൂക്ലിയർ ഫാമിലി, സ്മോൾ ഫാമിലി, ലാർജ് ഫാമിലി. രണ്ടാമത്തത് the relatives from mother's side are called. അമ്മേന്റെ ബന്ധുക്കളെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? പെറ്റേണൽ, മെറ്റേണൽ, പാരൻസ്, കസിൻസ്. അടുത്തത് animals that live on trees are called. മരത്തിൽ ജീവിക്കുന്ന മൃഗങ്ങളെ നമ്മൾ എന്താണ് പറയുന്നത്? അർബോറിയൽ, ഏരിയൽ, അക്വാട്ടിക്, ടെറസ്ട്രിയൽ. അടുത്തത് which is our first school? നെയ്ബർ, കസിൻ,
ഏതാണ് നമ്മുടെ ആദ്യത്തെ സ്കൂൾ എന്നാണ് ചോദിക്കുന്നത്. നെയ്ബർ, കസിൻ, ഹോം, ട്യൂഷൻ. അടുത്തത് മൈ ഓൺസ് ഡോട്ടർ ഈസ് മൈ ഡാഷ്. എൻ്റെ ആൻറ്റിയുടെ മകൾ എന്ന് പറയുന്നത് എൻ്റെ ആരാണെന്നാണ്, റിലേഷൻ എന്താണ് ചോദിക്കുന്നത്. മൈ ഓൺസ് ഡോട്ടർ ഈസ് മൈ സിസ്റ്റർ, ബ്രദർ, കസിൻ, അങ്കിൾ. അടുത്തത് പീപ്പിൾ ഫ്രം ആഫ്രിക്ക ലൈക്ക് ടു ഈറ്റ്. ആഫ്രിക്കയിലെ ജനങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമുള്ളത് എന്താണ്? ലോക്കസ്റ്റ്, സ്നേക്ക്, ഫിഷ്, റൈസ്. അടുത്തത് ദ മെയിൻ കണ്ടന്റ് ഓഫ് റൈസ്. അരിയിലടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം എന്താണ്? ലോക്കസ്റ്റ്, പ്രോട്ടീൻ, ഓയിൽ, സ്റ്റാർച്ച്. അടുത്തത് 18ാമത് ന്യൂട്രിയൻസ് ദോസ് ആർ നെസസറി ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ ബോഡി ആർ കോൾഡ്. നമ്മുടെ ശരീരത്തിന്റെ വളർച്ചയ്ക്ക് ഏറ്റവും അത്യാവശ്യമായ ന്യൂട്രിയൻസിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? പ്രോട്ടീൻ, സ്റ്റാർച്ച്, റൈസ്, ഓയിൽ. വി ഈറ്റ് ഫ്രൂട്ട് ആസ് എ ഡാഷ് ഫുഡ്. നമ്മൾ ഫ്രൂട്ട് കഴിക്കുന്നത് എന്ത് ഫുഡായിട്ടാണ്? പ്രൊട്ടക്റ്റീവ് ഫുഡ്, സ്റ്റാർച്ച്, പ്രോട്ടീൻ ഫുഡ്. അടുത്തത് ചൈനീസ് പീപ്പിൾ സംടൈംസ് ഈറ്റ്. ചൈനക്കാര് എന്താണ് ചില സമയങ്ങളിൽ തിന്നാറ്? പ്രോട്ടീൻ, സ്നേക്ക്, റൈസ്, സ്റ്റാർച്ച്. ഈ കഞ്ഞിവെള്ളത്തിനാണ് കേട്ടോ സ്റ്റാർച്ച് എന്ന് പറയുന്നത്. വാട്ട് ഈസ് ദ ഓപ്പോസിറ്റ് ഓഫ് ഡിറക്ഷൻ ഓഫ് നോർത്ത്? നോർത്ത് ഡിറക്ഷന്റെ, നോർത്ത് ദിക്കിന്റെ ഓപ്പോസിറ്റ് ഏതാണെന്ന്? ഈസ്റ്റ്, വെസ്റ്റ്, സൗത്ത്, നോർത്ത് ഈസ്റ്റ്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് കോണ്ടിനെന്റ് ഓൺ എർത്ത്? ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ്? കോണ്ടിനെന്റ് ഏതാണ് ഭൂമിയിൽ? ഏഷ്യ, ആഫ്രിക്ക, നോർത്ത് അമേരിക്ക, അന്റാർട്ടിക്ക. വാട്ട് ഈസ് ദ നെക്സ്റ്റ് മന്ത് ആഫ്റ്റർ സെപ്റ്റംബർ? സെപ്റ്റംബറിന് ശേഷമുള്ള മാസം ഏതാണ്? ഓഗസ്റ്റ്, ഒക്ടോബർ, നവംബർ, ഡിസംബർ. അടുത്തത് വാട്ട് ഈസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് കേരള? കേരളത്തിന്റെ തലസ്ഥാനം? കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കൊല്ലം. വിച്ച് ഓഫ് ദ ഫോളോയിങ്സ് ആർ ബേസിക് നീഡ് ഫോർ പ്ലാന്റ്സ്? ചെടികൾക്ക് ഏറ്റവും അത്യാവശ്യമുള്ളത് താഴെ പറയുന്നതിൽ ഏതാണ്? അടുത്ത വാട്ട് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി ഫോർ ഹ്യൂമൻ? മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ സ്രോതസ് ഏതാണ്? സൺ, വിൻഡ്, കാറ്റാണോ, വെള്ളമാണോ, ഇലക്ട്രിസിറ്റി ആണോ? വിച്ച് ഫെസ്റ്റിവൽ ഈസ് സെലിബ്രേറ്റഡ് വിത്ത് ലൈറ്റ്സ് ഇൻ ഇന്ത്യ? വെളിച്ചം കൊണ്ട്, ലൈറ്റ്, പ്രകാശം കൊണ്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന, ആഘോഷിക്കുന്ന ഫെസ്റ്റിവൽ ഓഫ് ലൈറ്റ്സ് എന്നറിയപ്പെടുന്ന ഏത് ഫെസ്റ്റിവലാണ്? ദിവാലി, ഹോളി, ഓണം, ക്രിസ്മസ്. വിച്ച് പബ്ലിക് സർവീസ് പ്രൊവൈഡ്സ് മെഡിക്കൽ അസിസ്റ്റൻസ്? ഏത് പബ്ലിക് സർവീസ് ആണ് മെഡിക്കൽ അസിസ്റ്റൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? പോസ്റ്റ് ഓഫീസ് നൽകുന്നത്. പോസ്റ്റ് ഓഫീസ്, ഹോസ്പിറ്റൽ, ബാങ്ക്, പോലീസ് സ്റ്റേഷൻ. മെഡിക്കൽ, ആരോഗ്യകരമായ മെഡിക്കൽ രംഗത്തുള്ള ഹെൽപ്പ്, സഹായം ചെയ്യുന്നത് ഏത് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ്? പബ്ലിക് സർവീസ് പ്രൊവൈഡേഴ്സ് ആണ് താഴെ പറയുന്നത്. വാട്ട് ഈസ് ദ നാഷണൽ അനിമൽ ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ദേശീയ മൃഗം? ടൈഗർ, എലിഫന്റ്, ലയൺ, ബിയർ. അടുത്തത് വാട്ട് ഈസ് ദ ഒക്യുപ്പേഷൻ ഓഫ് എ പേഴ്സൺ ഹൂ ഗ്രോസ് ക്രോപ്സ്? അതായത് ഈ വിളകളെയൊക്കെ, നാണ്യ വിളകൾ അല്ലെങ്കിൽ ക്രോപ്സിന് വിളകളെയൊക്കെ വളർത്തുന്ന ആൾക്കാരെ, ആ വിളകൾ ഉണ്ടാക്കുന്ന ആൾക്കാരെ പറയുന്ന, അതിൽ ചെയ്യുന്ന ജോലിക്ക് എന്താണ് പറയുന്നതെന്നാണ്. അതിന്റെ ഒക്യുപ്പേഷൻ എന്താണ് പറയുന്നത്? ടീച്ചർ, ഡോക്ടർ, ഫാർമർ, എഞ്ചിനീയർ. വിച്ച് പ്ലാന്റ് ഈസ് ഓഫൺ യൂസ്ഡ് ടു മേക്ക് പേപ്പർ? പേപ്പർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചെടി ഏതാണ്? മാംഗോ ട്രീ, കോക്കനട്ട് ട്രീ, ബാംബു, റോസ്. ഓക്കെ, അതായത് മാങ്ങമരം അല്ലെങ്കിൽ തെങ്ങ്, പിന്നെ മുള അല്ലെങ്കിൽ റോസ്. ഇത് ചെടിയാണ് പേപ്പർ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത്. വിച്ച് ഈസ് ദ ലാർജസ്റ്റ് സ്റ്റേറ്റ് ഇൻ ഇന്ത്യ? ഏറ്റവും വലിയ സംസ്ഥാനം, സ്റ്റേറ്റ്? രാജസ്ഥാൻ, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. വിച്ച് കൺട്രി ഈസ് നോൺ ആസ് ദ ലാൻഡ് ഓഫ് റൈസിംഗ് സൺ? ഉദയസൂര്യന്റെ നാട് എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ്? ജപ്പാൻ, ചൈന, സൗത്ത് കൊറിയ, ഇന്ത്യ. വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു മെഷർ ടെമ്പറേച്ചർ? താഴെ പറയുന്നതിൽ ഏത് ഡിവൈസ് ആണ് ടെമ്പറേച്ചർ, ചൂടളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്നാണ്? തെർമോമീറ്റർ, ബാരോമീറ്റർ, അനിമോമീറ്റർ. അടുത്തത് ഹൂ റോഡ് ദ ഫേമസ് സ്റ്റോറി ദ ജംഗിൾ ബുക്ക്? ദ ജംഗിൾ ബുക്ക് എന്ന കഥ എഴുതിയത് ആരാണ്? റുഡ്യാർഡ് കിപ്ലിംഗ്, ജെ കെ റൗളിംഗ്, എനിത് ബ്ലിന്റൺ,
റോൾഡ് ദാഹി. ഓക്കെ. വിച്ച് ലാംഗ്വേജ് ഈസ് വൈഡ്ലി സ്പോക്കൺ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഏതാണ്? ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, ബംഗാളി. വിച്ച് ഇസ് ദ നാഷണൽ സ്പോർട്ട് ഓഫ് ഇന്ത്യ? ഇന്ത്യയുടെ ദേശീയ സ്പോർട്ട് എന്ന് പറയുന്നത് പിന്നെ കായിക മേഖല ഏതാണെന്ന് ചോദിച്ചാൽ ക്രിക്കറ്റ്, ഹോക്കി, ഫുട്ബോൾ, കബഡി. വിച്ച് പ്ലാനറ്റ് ഈസ് ഓഫൺ കോൾഡ് ദ റെഡ് പ്ലാനറ്റ്? റെഡ് പ്ലാനറ്റ് എന്നറിയപ്പെടുന്നത് ഏത് പ്ലാനറ്റ് ആണ്? മാർസ്, വീനസ്, ജൂപ്പിറ്റർ, സാറ്റേൺ. ഹു ഈസ് ദ കറന്റ് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ? ഇപ്പോഴത്തെ പ്രധാനമന്ത്രി ആരാണ്? നരേന്ദ്രമോദി, രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മൻമോഹൻ സിംഗ്. അടുത്ത, വാട്ട് ഈസ് ദ പ്രോസസ് ഓഫ് ചേഞ്ചിങ് വാട്ടർ ഇൻ ടു ഐസ് കോൾഡ്? അല്ലെ, വെള്ളം ഐസ് ആകുന്ന പ്രോസസ്സിനെ നമ്മൾ എന്താ പറയുക? ഫ്രീസിങ്, മെൽറ്റിംഗ്, ബോയിലിംഗ്, ഇവാപറേറ്റിംഗ്. അടുത്ത, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് 3D ഷേപ്പ്? താഴെയിൽ ഏതാണ് 3D ഷേപ്പ്? സ്ക്വയർ, ട്രയാങ്കിൾ, ക്യൂബ്, സർക്കിൾ. അടുത്ത മാത്സ് ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ മാത്സ് ബേസ്ഡ് ആണ്. വാട്ട് ഈസ് ദ പ്ലേസ് വാല്യൂ ഓഫ് 7 ഇൻ ദ നമ്പർ 7453? 7, 70, 700, 7000. അറേഞ്ച് ദ നമ്പേഴ്സ് ഇൻ അസെൻഡിങ് ഓർഡർ. അതായത് ചെറുതിൽ നിന്ന് താഴെ കൊടുത്തിരിക്കുന്ന നമ്പേഴ്സ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാണ്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിലേതാണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതിയതെന്ന് കണ്ടെത്തുക. അടുത്തത്, സബ്സ്ട്രാക്ട് 5600 മൈനസ് 3175. 5600 നിന്ന് 3175 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും എന്നുള്ളത് താഴെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സൈഡിലേക്ക് പേപ്പറിന്റെ സൈഡിൽ ചെയ്തു നോക്കുക, എന്നിട്ട് കണ്ടെത്തുക. റൈറ്റ് ദ ഫ്രാക്ഷൻ ഫോർ 3 ഷെയ്ഡഡ് പാർട്സ് ഔട്ട് ഓഫ് 5 ഈക്വൽ പാർട്സ്. 5 തുല്യമായി വീതിച്ച പാർട്സിൽ നിന്ന് 3 ഷെയ്ഡഡ് പാർട്സിന്റെ അങ്ങനെ എഴുതുമ്പോൾ അതിന്റെ ഫ്രാക്ഷൻ എഴുതാനാണ് പറയുന്നത്. ഓക്കെ. അടുത്ത, ഹൗ മെനി മില്ലി ലിറ്റേഴ്സ് ആർ ദെയർ ഇൻ 2 ലിറ്റർ? 2 ലിറ്ററിൽ എത്ര മില്ലി ലിറ്റേഴ്സ് ഉണ്ടെന്നാണ്. 200 millimeter, 2000, 20, 500. ഓക്കെ. അടുത്തത്, ഇഫ് ദ ക്ലോക്ക് ഷോസ് 3:45 PM, വാട്ട് വിൽ ദ ടൈം ബി ആഫ്റ്റർ 2 hours and 15 minutes? ക്ലോക്കിൽ 3:45 കാണിക്കുന്നത്, 3:45 ആണ് കാണിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂറും 15 മിനിറ്റും കഴിഞ്ഞിട്ട്, ഈ 3:45 കഴിഞ്ഞ് 2 മണിക്കൂറും 15 മിനിറ്റും കഴിഞ്ഞാൽ എത്രയായിരിക്കും സമയം? 5:45, 6, 6:15 PM or 6:30 PM? അടുത്തത്, ഇഫ് ടുഡേ ഈസ് 10th February, ഇന്ന് ഫെബ്രുവരി 10 ആണെങ്കിൽ വാട്ട് ഡേറ്റ് വിൽ ബി ആഫ്റ്റർ 20 days? 20 ദിവസം കഴിഞ്ഞാൽ ഏത് ഡേറ്റ് ആയിരിക്കും എന്നാണ് ചോദ്യം. 28th February, 1st March, 2nd March, 3rd March. കലണ്ടറൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക ഇങ്ങനെ. ഓക്കെ. അടുത്ത, ഹൗ മെനി സെക്കൻഡ്സ് ആർ ദെയർ ഇൻ ഹാഫ് ആൻ അവർ? അരമണിക്കൂറിൽ എത്ര സെക്കൻഡ്സ് ഉണ്ട് എന്നാണ്. ഓക്കെ. ഓപ്ഷൻസ് താഴെ തന്നിട്ടുണ്ട്. അടുത്ത, വിച്ച് മന്ത് ഹാസ് ദ ഫ്യൂവസ്റ്റ് നമ്പർ ഓഫ് ഡേയ്സ്? ഏറ്റവും കുറച്ച് ദിവസങ്ങളുള്ള മന്ത് ഏതാണെന്നാണ്. ഫെബ്രുവരി, ഏപ്രിൽ, മെയ്, ജൂൺ. അടുത്ത ക്വസ്റ്റ്യൻ, വെൻ put together properly, the top 3 puzzle pieces will create one of the following shapes. അപ്പൊ ഇതില് റൈറ്റ് സൈഡിൽ കാണുന്ന പിക്ചർ നോക്കുക. അതിൽ കുറെ പീസസ് ഉണ്ട്, പസിൽ പീസസ് ഉണ്ട്. അതിൽ ആദ്യത്തെ 3 പസിൽസ് ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാൽ താഴെ പറയുന്നതിൽ ഏത് ഷേപ്പാണ് കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. ഫോളോയിങ് ഷേപ്സ് ഓപ്ഷൻ എ, ബി, സി, ഡി. ഇതിലേത് ഷേപ്പാണ് കിട്ടുക എന്നാണ് ചോദ്യം. അപ്പം ഇതിനകത്ത് ഒരു നോട്ട് ഉണ്ട്, അതായത് പ്രത്യേകം ശ്രദ്ധിക്കണം. എ സൈഡ് മാർക്ക്ഡ് എസ് ഹാസ് ടു ടച്ച് എക്സ് സൈഡ് എക്സ് ഭാഗത്ത് തന്നെ ടച്ച് ചെയ്യണം. ഓക്കെ. അതുപോലെ തന്നെ എ സൈഡ് മാർക്ക് വൈ ഹാസ് ടു ടച്ച് വൈ മാർക്ക് ചെയ്ത ഭാഗം വൈ സൈഡിൽ തന്നെ ടച്ച് ചെയ്യണം. അങ്ങനെ ആവുമ്പോൾ നിങ്ങൾക്ക് താഴെ പറയുന്നതിൽ ഏത് ഷേപ്പാണ് കിട്ടുക എന്നാണ്. അടുത്തത്, ഇൻ വിച്ച് ഗ്രൂപ്പ് ഡസ് നമ്പർ 25 ബിലോങ്സ്? ഈ താഴെ പറയുന്ന ഓപ്ഷനുകളിൽ ഏത് ഗ്രൂപ്പിലാണ് 25 അടങ്ങുന്നതെന്ന്. 2, 4, 6, 8. ഇതൊരു പാറ്റേൺ ആണ്. ഇതിൽ 25 ഏതിലാണ് വരിക എന്നുള്ളതാണ്. 2, 4, 6, 8 അതിൽ വരുമോ? അതോ ഓപ്ഷൻ ബി 4, 12, 16 അത് കഴിഞ്ഞിട്ട് വരുമോ? 5, 10, 15 ആ പാറ്റേണിൽ വരുമോ? 6, 12, 8, 18, 24 ആ പാറ്റേണിൽ ഈ 25 എന്ന നമ്പർ ഇതിൽ ഏത് പാറ്റേണിലാണ് ഉൾപ്പെടുക എന്നുള്ളതാണ്. അടുത്തത്, ഗ്രൂപ്പ് the given figures into 3 classes using each figure only once.
ഓക്കെ, അപ്പോൾ എന്താണ് അടുത്തത്? ഗ്രൂപ്പ് ദ ഗിവൺ ഫിഗേഴ്സ് ഇൻ ടു 3 ക്ലാസ്സസ് യൂസിങ് ഈച്ച് ഫിഗർ ഓൺലി വൺസ്. താഴെ നമുക്ക് റൈറ്റ് സൈഡിൽ കുറേ ഫിഗേഴ്സ് 6 ഫിഗേഴ്സ് കാണുന്നുണ്ട്. അതിനെ 3 ക്ലാസ്സുകളായിട്ട് തിരിക്കുക. ഒരു ഫിഗർ ഒറ്റ തവണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ താഴെ പറയുന്ന ഓപ്ഷൻ ഏതായിരിക്കും വരിക എന്നുള്ളതാണ്. ABCD. കുറച്ച് പെയേഴ്സ് 54th ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പെയർ തന്നിട്ടുണ്ട്. 8:24. അങ്ങനെയാണെങ്കിൽ -32 എന്നാണ്. അപ്പോൾ ഇത് തൊട്ട് മുമ്പുള്ള നമ്പർ എവിടെ എന്തായിരിക്കും? ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ടുണ്ട്, അവിടെ ഏതാ വരുവാന്ന്? 5 ആണോ 10 ആണോ 6 ആണോ 8 ആണോ? അടുത്തത് ടൈഗർ മീറ്റ്. ഇത് രണ്ടും ബന്ധപ്പെട്ട് എടുക്കുന്ന ഒരു പെയറാണ്. അങ്ങനെയാണെങ്കിൽ കൗ, പിന്നെ അടുത്തത് എന്തായിരിക്കും? അതായത് ഭക്ഷണത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അങ്ങനെ അതുപോലെ ആ പെയറിന് എന്തായിരിക്കും അടുത്ത വരിക? ചിക്കൻ, ഗ്രാസ്, പിസ്സ, കേർഡ്സ്. അടുത്തത് ഫൈൻഡ് ദ മിസ്സിംഗ് സെറ്റ് ഓഫ് 3 ആൽഫബറ്റ്സ് ഇൻ ദ ഗിവൺ സീരീസ് ഫ്രം ദ ചോയ്സ് ഗിവൺ ACEBDFCEG. ഓക്കെ, അടുത്ത എന്തായിരിക്കും വരിക? പിന്നെ അടുത്തത് 57 ഫൈൻഡ് ഓഡ് വൺ ഔട്ട്. ഒറ്റയാനെ കണ്ടെത്താനാണ്. ഇവിടെ ABCD ഇതിൽ 4 പിക്ചർ ഉണ്ട്, കളർഫുള്ളാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽ ഒറ്റയാൻ ആരാണെന്ന് കണ്ടെത്തുക. അടുത്ത 58 മൂൺ സാറ്റലൈറ്റ്. ഒരു പേര് തന്നിട്ടുണ്ട്, മൂൺ സാറ്റലൈറ്റ്. ഇത് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. അതുപോലെ എർത്തുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്താണ്? പ്ലാനറ്റ്, സ്റ്റാർ, മാസ്, ജൂപ്പിറ്റർ. 59 ഇൻ എ റോ ഓഫ് 20 ബോയ്സ്. ഒരു വരിയിൽ 20 ആൺകുട്ടികളുണ്ട്. ഇഫ് ഗണേഷ് ഈസ് 8th ഫ്രം ദ ലെഫ്റ്റ്. ഗണേഷ് എന്ന ബോയ് ഇടത്ത് നിന്ന് 8ാമതാണെങ്കിൽ വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് ദ റൈറ്റ് എൻഡ്? അങ്ങനെയാണെങ്കിൽ വലതുവശത്ത് ഉള്ള പൊസിഷനിൽ ആരായിരിക്കും? വലതുവശത്തുള്ള പൊസിഷൻ എന്തായിരിക്കും? വലതുവശത്തുള്ള പൊസിഷൻ എന്തായിരിക്കും? 8th, 13, 6th, 7th. ഓക്കെ, അടുത്തത് ഇഫ് apples F and D are removed from the given arrangement. ആക്കട്ടെ, ഒരു മിനിറ്റ്, ക്വസ്റ്റ്യൻ ശരിയാകട്ടെ. ഓക്കെ, if apples F and D are removed from the given arrangement, then apple A will be dashed from the right end. ഓക്കെ, ആപ്പിൾ, ഈ ഇന്നത്തെ ആപ്പിളിന് ഓരോ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് F and D എന്ന് പറയുന്നതിൽ ഇതിലെ 2 ആപ്പിള് അവിടെ നിന്ന് മാറ്റുകയാണെങ്കിൽ ആപ്പിൾ എയുടെ പൊസിഷൻ റൈറ്റ് സൈഡിൽ നിന്ന് എത്രാമത്തെ പൊസിഷൻ ആയിരിക്കും? വലതുവശത്തു നിന്ന് ആപ്പിൾ എയുടെ പൊസിഷൻ എത്രാമത്തെ ആയിരിക്കും എന്നാണ്. സ്ഥാനം എത്രാമത്തെയാണ്? 4th പൊസിഷൻ ആണോ, 3rd ആണോ, 5th ആണോ, 2nd ആണോ? അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് നോ ലൈൻ ഓഫ് സിമിട്രി. താഴെ പറയുന്നതിൽ ഏതാണ് സിമിട്രി, നോ ലൈൻ ഓഫ് സിമിട്രി എന്ന് പറയുന്നത്? സിമിട്രി ഇല്ലാത്ത ലൈൻ എന്ന് പറയുന്നത്. അടുത്തത് ഓക്കെ, അടുത്ത വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് വിൽ റീഡ് എക്സാക്ട്ലി ദ സെയിം ഓൺ ഹാഫ് എ ടേൺ. താഴെ പറയുന്നതിൽ ഹാഫ് എ ടേൺ എന്ന് എക്സാക്റ്റ് ആയിട്ട് വായിക്കുന്നത് ഏത് വേർഡാണ്? സൂം, സ്വിംസ്, ഹൗ, 6. അടുത്തത് ഫൈൻഡ് ഔട്ട് ഫ്രം എമംഗ്സ് ദ 4 ഓൾട്ടർനേറ്റീവ് ആസ് ടു ഹൗ ദ പാറ്റേൺ വുഡ് അപ്പിയർ വെൻ ദ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ് ഈസ് ഫോയിഡഡ് അറ്റ് ദ ഡോട്ടഡ് ലൈൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് 4 പിക്ചേഴ്സ്, ഓൾട്ടർനേറ്റീവ് പിക്ചേഴ്സ് ഉണ്ട്. അതിൽ നിന്ന് ഏത് പാറ്റേൺ ആണ് വെൻ ദ ട്രാൻസ്പെറൻറ്റ് ഷീറ്റ്, അതൊരു ട്രാൻസ്പെറൻ്റ് ആയിട്ട് അത് കാണാൻ പറ്റുന്ന തെളിഞ്ഞ ഗ്ലാസ് പോലത്തെ, ഒരു വശത്തും മറുവശത്തോട് നോക്കുമ്പോൾ കാണുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഷീറ്റ് മടക്കി ആ ഡോട്ടഡ് ലൈനിൽ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ കുത്തിട്ടിരിക്കുന്ന ഡോട്ടഡ് ലൈനിൽ വെച്ച് മടക്കി കഴിഞ്ഞാൽ കാണുന്ന, പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ കാണാൻ പറ്റുന്ന ഫിഗർ ഇതിൽ ഏതാണെന്നാണ്. ഈ 4 ഓൾട്ടർനേറ്റീവ്സിൽ ഏതാണെന്നാണ്. 1ാമത്തെയാണോ, 2ആണോ, 3ആണോ, 4ആണോ? അടുത്തത് ചൂസ് ദ ഓൾട്ടർനേറ്റീവ് വിച്ച് ഈസ് ക്ലോസ്ലി റിസംബിൾസ് ദ മിറർ ഇമേജ് ഓഫ് ദ ഗിവൺ കോമ്പിനേഷൻ. താഴെ മാഗസിൻ എന്നുള്ള ഒരു വാക്ക് തന്നിട്ടുണ്ട്. അതിൻ്റെ മിറർ ഇമേജ് താഴെ പറയുന്നതിൽ ഏതായിരിക്കും? തൽക്കാലം ഞാൻ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇത് വീഡിയോ വളരെ ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത് അത് ഏകദേശം 64 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഈ 64 ചോദ്യത്തിൻ്റെ ആൻസർ കീ ഞാനിവിടെ കൊടുക്കാം. ഓക്കെ, ബാക്കി അടുത്ത വീഡിയോ നമ്മൾ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യാം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. ഐ എം സമീറ അജ്മൽ സൈനിങ് ഓഫ്.